രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത് ആരൊക്കെയെന്ന ചോദ്യം ഇന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. അടിസ്ഥാനരഹിതമായി നുണപ്രചാരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നീക്കം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചു എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പൗരത്വ നിയമ ഭേദഗതി? ജനം പ്രത്യേക ഡിബേറ്റ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, റിപ്പബ്ലിക്കൻ പാർട്ടി ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസ്രത് ജഹാൻ എന്നിവരാണ് നമ്മോടൊപ്പം അതിഥിയായി ചേർന്നത്. ആദ്യം ശ്രീ PR ശിവശങ്കറിലേക്ക്. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഈ പൗരത്വ ഭേദഗതി നിയമം ചില കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുകയാണ്. പക്ഷേ ആ അസ്വസ്ഥമാക്കപ്പെടുന്ന ആ വിഭാഗങ്ങൾക്കൊക്കെയും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. പ്രത്യേകിച്ച് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരത് കൃത്യമായ രീതിയിൽ ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. പക്ഷേ സത്യം തിരിച്ചറിയുന്നവർ ഇത് അംഗീകരിക്കില്ല എന്നതാണ് പരമമായ സത്യവും. ഇവിടെ എന്താണ് ഈ നിയമം? ആരെയൊക്കെയാണ് അസ്വസ്ഥമാക്കുന്നത്? എന്താണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ചോദ്യത്തെ BJP എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താങ്കളുടെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പൗരത്വ നിയമം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് എത്രത്തോളം ജനങ്ങളെ വിഘടിക്കുവാനും അതുപോലെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിന്റെ മതവിഭാഗത്തിന്റെ മനസ്സിലേക്ക് ഒരു വിഘടനവാദം കോരിയിടുവാനുമായിട്ടാണ് നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിക്കുന്നത്. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് വളരെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു എന്നാണ് കാണുന്നത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു മതന്യൂനപക്ഷത്തിന്റെ പ്രശ്നമായി അവതരിപ്പിക്കുന്നതിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഇന്ന് മത്സരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ മത സാമുദായിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മത നേതാക്കൾക്ക് ഇത്തരത്തിൽ പ്രശ്നമില്ല. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ കൂടി നിരന്തരമായി തെറ്റായ പ്രചരണത്തിലൂടെ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരു വിഭാഗത്തിനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തീവ്രമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു CAA വിഷയം മാത്രമല്ല. ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അന്ന് പ്രചരിപ്പിച്ചിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഹിന്ദു രാഷ്ട്രമാകും, ഇത്തരത്തിലുള്ള വലിയ നിയമങ്ങൾ വരുന്നു, മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പറഞ്ഞിരുന്നത് ബീഫ് നിരോധിക്കും, ബീഫ് കഴിക്കുന്നവരെയെല്ലാം തൂക്കിക്കൊല്ലും, ഇന്ത്യയിൽ നിന്ന് നാട് കടത്തും, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അവർ ഭയപ്പെടുത്തിയിരുന്നത് ഭരണഘടന ഇല്ലാതാകും, തിരഞ്ഞെടുപ്പ് ഇല്ലാതാകും, പൂർണ്ണമായി ഫാസിസത്തിലേക്ക് വരുന്നു, അതുകൊണ്ട് രണ്ടാമത് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുവാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടന്നു. ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനത്തെ തടയുവാനായിട്ട് രാഷ്ട്രീയ ആയുധമില്ലാത്ത അല്ലെങ്കിൽ വികസനത്തിന്റെ മാതൃകകളില്ലാത്ത ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ മതത്തെ വെച്ചുകൊണ്ട് മതത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രേരണ മാത്രമാണ് ഈ CAA എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CAA നിയമത്തിൽ അത് കൃത്യമായി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്കും ഇത്തരത്തിലുള്ള പ്രചരണ മുഖത്തിലുള്ള രാഷ്ട്രീയക്കാർക്കും അറിയാം, ഈ CAA നിയമത്തിൽ ആരെയും ഒഴിവാക്കുന്നില്ല, ഒരു മതവിഭാഗത്തെയും ഒഴിവാക്കുന്നില്ല. മറിച്ച് ഏതാണ്ട് 30,000-ഓളം IBയുടെ റിപ്പോർട്ട് പ്രകാരം 30,000-ഓളം ആളുകളാണ് ഇത്തരത്തിൽ അഭയാർത്ഥികളായി ഈ 3 രാജ്യങ്ങളിൽ നിന്നും വന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകൾ. അപ്പൊ ഈ 30,000-ൽപ്പെട്ട ആളുകൾക്ക് 11 വർഷം എന്നുള്ളതിൽ നിന്ന് 5 വർഷമാക്കി അവർ ഇന്ത്യയിൽ താമസിച്ചാൽ പൗരത്വം നൽകുവാനുള്ള ഒരു നിയമം. അതായത് 30,000 ആളുകളെ മാത്രം ബാധിക്കുന്ന, അവർക്ക് 5 വർഷം മാത്രം കുറയ്ക്കുന്ന, അതിൽ മുസ്ലിങ്ങൾക്ക് അത്തരത്തിലുള്ള അഭയാർത്ഥികളാണെങ്കിൽ അവർക്കും കിട്ടുന്നു, അവരെയും മാറ്റുന്നില്ല, അവർക്ക് 11 വർഷമുള്ള പഴയ നിയമം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഒരു വിഭാഗത്തിന് അവിടുത്തെ മതപരമായ വിവേചനം നേരിടുന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള സമുദായങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അതും 30,000 പേർ മാത്രമുള്ള ഒരു ചെറു സമൂഹത്തിന് ഒരല്പം നേട്ടം നൽകുന്നു എന്നുള്ള കാര്യത്തെ
ഇത്ര രാഷ്ട്രീയമായി മതപരമായ ഒരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് ജനങ്ങളിൽ വോട്ട് വിഭജിച്ചെടുക്കുവാൻ, തങ്ങളാണ് ഒരു മതവിഭാഗത്തിന്റെ ഒരു സംരക്ഷകരെന്ന് ധ്വനിപ്പിക്കുവാനായിട്ടുള്ള ശ്രമമാണ് ഇത്. യഥാർത്ഥ മതനിരപേക്ഷ ശക്തികൾ ചെയ്യേണ്ടതല്ല. ഇത് മതവിശ്വാസികളായ യഥാർത്ഥ ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇതിനോട് പിന്തുണയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് മുതിരാത്തത്. അവർ തീർച്ചയായും ഇതിൽ നിന്ന് പിന്മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഇതിൽ താങ്കൾ സൂചിപ്പിച്ചത് തന്നെയാണ് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില ശക്തികളുടെ നീക്കം. അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീമതി നുസ്രത്ത് ജഹാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പി ആർ ശിവശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഈ മതമേലധ്യക്ഷന്മാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് വ്യക്തമാക്കുന്നതിനാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗവും ഇസ്ലാമിക് സെന്റർ ഓഫ് ഇന്ത്യ അധ്യക്ഷനുമായ മൗലാന ഖാലിദ് റഷീദ് ഹിറാങ്കി മഹാലിയുടെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ആരുടെയും പൗരത്വം ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ നഷ്ടമാകില്ല, മറിച്ച് അക്കാര്യം മുമ്പ് പലതവണ വ്യക്തമായിട്ടുള്ളതുമാണ്. പരിഭ്രാന്തരാക്കാൻ ചില ശക്തികൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ വലയിൽ കുടുങ്ങാനും പാടില്ല. എങ്ങനെയാണ് ഈ നിയമത്തെയും ഇത്തരത്തിലുള്ള ഈ ശക്തികളുടെ വിമർശനത്തെയും താങ്കൾ നോക്കിക്കാണുന്നത് ശ്രീമതി നുസ്രത്ത് ജഹാൻ? ഇത് CAA വരുമ്പോ ഈ പേടിപ്പെടുത്തുന്നത് മുസ്ലിങ്ങള് ഭാരതത്തിലെ ഓരോ പൗരനും, ഇപ്പൊ ജയശങ്കർജി പറഞ്ഞതുപോലെ ഇത്ര 5 വർഷം ഇവിടെ തികഞ്ഞവർക്കും 11 വർഷത്തിന് ശേഷമുള്ളവർക്കുള്ള എല്ലാവർക്കും അതിൽ ജാതിനെ സൂചിപ്പിച്ചിട്ടില്ല. ജാതിനെ സൂചിപ്പിക്കുന്നതായിട്ട് പറഞ്ഞു വരുത്തുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ഇവര്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. കാരണം മുസ്ലിങ്ങൾക്ക് വരാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, മൈനോറിറ്റി ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇത്ര സുഖമായി ജീവിക്കുമ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഉള്ള ഹിന്ദുക്കൾക്ക്, ബാക്കി മതസ്ഥർക്കു, സിഖ് ആരൊക്കെ അവിടെ പെട്ടിട്ടുണ്ടോ അവരനുഭവിക്കുന്ന വേദന കാണുന്ന ആളാണ്. ഒരു ദിവസം ഒരാളെങ്കിലും നമ്മളടുത്ത് കുറെ റെഫ്യൂജി ഫയലുമായിട്ട് ഡൽഹിയിൽ വരാത്ത ദിവസമില്ല എന്ന് പറയാം. നമ്മൾ അതിശയം തോന്നും. ഇന്ത്യയിലും അവർക്ക് ഗതിയില്ല, അവരെ നാട്ടിലും ബംഗ്ലാദേശ് ആണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അവിടെ നിന്ന് വന്നവർക്ക് അവിടെയും ഗതിയില്ല. പക്ഷെ അഫ്ഗാനിസ്ഥാനില് ഇവരൊക്കെ ഇത് പറയണ്ടല്ലോ അഫ്ഗാനിസ്ഥാനെ പറ്റിയിട്ട്. അഫ്ഗാനിസ്ഥാനിലെ ഒത്തിരി പൗരന്മാർ ഇവിടെ പൗരത്വം സ്വീകരിച്ച് ഇവിടെ സുഖമായി ജോലിയുണ്ട്. അവർക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് ഉള്ളവർക്ക് അവർക്ക് ഒരു മാസം അവർക്കുള്ള ഒരു പൈസ പോലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊന്നും ഇവര് ചർച്ച ചെയ്യില്ല. $200 5 വർഷം ഇവിടെ കഴിഞ്ഞവർക്ക് $200 വെച്ച് അഫ്ഗാൻ പൗരന് ഇവിടെ ഉണ്ട്. അവന് ശരിക്കും ചായം കുടിച്ച് വർത്താനം പറഞ്ഞ് നടന്നാൽ മതി. ജോലി പോലും ചെയ്യേണ്ട ഒരു റെഫ്യൂജിക്ക്. അഫ്ഗാനിൽ നിന്ന് വന്നത് ഹിന്ദുക്കളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണോ. ഒക്കെ മുസ്ലിങ്ങളാ. ഇവിടുത്തെ സലൂണുകളും ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്യണം. ഈവൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നവര്. ആർക്കാ പ്രശ്നം ഇവിടെ? കേരളത്തിനും ഈ പറയുന്ന കോൺഗ്രസിനും മാത്രമല്ലേ പ്രശ്നം വരുന്നുള്ളൂ. ഈ പ്രശ്നത്തിൽ ഇവരെന്താ സംസാരിക്കുന്നത്? മുസ്ലിങ്ങൾക്കെതിരാണ്. ഏത് മുസ്ലിമിനാണ് ഇവിടെ പ്രശ്നം വന്നത്? ഇവിടെ ജനിച്ചു വളർന്ന ഏത് മുസ്ലിമിനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഉണ്ടായി? ഏത് മുസ്ലിമിനാ? ഒരാളെ ഇവർ കാണിച്ചു തന്നാലും നമ്മൾ പറയാ, നമ്മൾ അതിന് ഉത്തരം കൊടുക്കുക, അവർക്ക് നമ്മൾ സഹായിക്കുക, അവരെ ഒന്നും ചെയ്യൂലെന്ന്. ഈ പൗരത്വ ഭേദഗതി പറഞ്ഞിട്ട് വന്നപ്പോ ഈ കാശ്മീരിന്നു അഫ്ഗാനിസ്ഥാൻ ആ ബോർഡറുകളിൽ നിന്ന് ഇങ്ങോട്ട് തിങ്ങിക്കേറുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഈ ബില്ല് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും നമ്മളെ ജനങ്ങൾക്ക് ഇല്ല. അത് ഉള്ളവർക്ക് വരെ ഇവര് വിഷം കുത്തിവെക്കുക. ഇത് മുസ്ലിങ്ങളെ തകർക്കുകയാണ്. വാപ്പന്റെ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ബാപ്പ മരിച്ചപ്പോ ഇന്നലെ ചോദിച്ചു, എന്റെ ബാപ്പ മരിക്കുമ്പോ ആധാർ കാർഡ് ഇല്ലല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യൂ? അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടൂലേ? ഒന്നും പറയാനില്ല. അപ്പൊ പാസ്പോർട്ട് എടുക്കുന്ന കൊല്ലം 20 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടില് അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങള് സാധാരണ ജനങ്ങളിൽ എങ്ങനെ കുത്തിവെക്കാൻ പറ്റുന്നുള്ള സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിച്ചിട്ട്. അത് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ദേശത്ത് നിന്നുള്ള ആൾക്കാർ ഇപ്പൊ മുസ്ലിങ്ങൾ എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. എന്താ ഇറാന് മിസൈൽ ഇടുമ്പോ പാകിസ്ഥാനെതിരെ അവിടെ എന്തൊക്കെ സംഭവിക്കേണ്ട യുദ്ധം? ഒരു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം എന്താ ആരും ചർച്ച ചെയ്യാത്ത? ഒരൊറ്റ മലയാള മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയിലോ അത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്ക്, ബാക്കി ബെൽറ്റിൽ എല്ലാം അത് കാണുന്നുണ്ട്. പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? അവിടെ മുസ്ലിങ്ങളല്ലേ ഉള്ളു? എന്താ മുസ്ലിം രാജ്യല്ലേ? അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങളല്ലേ ഉള്ളു? പെൺകുട്ടികളെ സ്കൂളിലും മദ്രസിലും പോകുന്നില്ല. ഇവര് പറയുന്നല്ല മദ്രസിൽ പഠിപ്പിക്കുന്ന കാര്യം. മദ്രസിൽ പോലും പെൺകുട്ടികൾക്ക് പോകാൻ പാടില്ല. അകത്തിരുത്തി പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം. മുസ്ലിങ്ങളുള്ള രാജ്യത്ത് തന്നെയാണ്. 56 രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രം ഉള്ളിടത്ത് എന്തുകൊണ്ട് സമാധാനമില്ല?
ഈ റംലാൻ ഒന്നായിട്ട് ഞാൻ പറയണു, ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമുള്ള പോലെ ലോകത്ത് എവിടെയും മുസ്ലിങ്ങൾക്ക് സുരക്ഷിതരല്ല. ഞങ്ങൾ ഇത്രയൊക്കെ ഈ ഭാരതത്തിനോട് കാണിച്ചിട്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായേ പറയാം. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠക്ക് പോയ ആദ്യത്തെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു പെൺ വ്യക്തി ഞാനാ തോന്നണു. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് ആ വീഡിയോകൾ വന്നപ്പോ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന കമന്റുകൾ എന്താ അറിയോ, മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടോ, നീ മുസ്ലിം ആണെന്ന് അവിടെ പറഞ്ഞോ. പിന്നെ ബാക്കി ഭാഷ ഇവർ യൂസ് ചെയ്യണ, മുസ്ലിം സമുദായത്തിന് ഇസ്ലാം വിശ്വസിച്ചവന് വൃത്തികേട് പറയാനോ ഒരാളെ ആവശ്യമില്ലാതെ അറ്റാക്ക് ചെയ്യാനോ പാടില്ലാത്ത ഒരു മതത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് യൂസ് ചെയ്യണം. ഞാൻ പറയണു, അവിടെയുള്ള ഓരോ പല ഇന്ത്യന്റെ നാനാഭാഗത്തു നിന്ന് വന്ന ഗുരുക്കന്മാരും സന്യാസിമാരെയും മുമ്പിൽ ഞാൻ നുസ്രത് ജഹാൻ കേരളത്തിൽ നിന്നാണ് മുസ്ലിമാണ് പറഞ്ഞിട്ട് എല്ലാ നാഷണൽ മീഡിയയിൽ വളരെ എണ്ണത്തിൽ വന്നു. എന്നെ ആരും മാറ്റി നിർത്തിയില്ല, എല്ലാം പോയി. മഹാശിവരാത്രി ഡേ ഞാൻ ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിലായിരുന്നു. അവിടെയും ഞാൻ മുസ്ലിമായിട്ട് തന്നെ എന്റെ പേര് പറഞ്ഞു. നുസ്രത് ജഹാൻ എന്നുള്ള പേര് തന്നെ അവര് സ്വീകരിക്കുന്നുണ്ട്. ഇവരെന്താ ഈ പറയുന്നത്? എവിടെയാ നമ്മളെ മാറ്റി നിർത്തിയ ഒരു മുസ്ലിമായിട്ടല്ല, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവനെ എവിടെയും സ്വീകരിക്കും. അതന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യണോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്നവരൊക്കെ ഹിന്ദുക്കളെ എന്ന് പറയുമ്പോ മുസ്ലിങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ സമുദായത്തിനെ കുറ്റം പറയല്ല. ഏതെങ്കിലും ഒരു ഹിന്ദു ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് പോയി പൊട്ടിത്തെറിക്കുകയെ അവിടെ ടെററിസം പറയേ എന്തെങ്കിലും ഒരു കാര്യത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേര് മാറ്റി വിളിച്ചോട്ടവര്. ഒരു ഹിന്ദു ഇവിടുന്ന് പോയിട്ട്, പക്ഷെ നമ്മൾ പോയിട്ട് എന്താ ചെയ്യണേ? ഞങ്ങൾ ആൾക്കാര് തീവ്രവാദം പ്രചരിപ്പിക്കുക. ഈ തീവ്രവാദം ചെയ്യണവരെതിരെ ഒരു പണ്ഡിതനും വാ തുറക്കുന്നില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇത് പറഞ്ഞു വെക്കാനും സപ്പോർട്ട് കൊടുക്കാനും നമുക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് പിന്നെ അത് ഏറ്റെടുത്തൊരു ദൗത്യം. അതൊന്ന് 24 ഇലക്ഷനിലേക്ക് അവരെന്തൊക്കെ പറഞ്ഞാലും താങ്കൾ പറഞ്ഞത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ ഭൂഭൂരിപക്ഷം മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും യാതൊരു വിധത്തിലുള്ള പരിഭ്രാന്തിയുമില്ല. അസ്വസ്ഥത പക്ഷേ ഇടതിനാണ്, വലതിനാണ്, കേരളത്തിനാണ്, തമിഴ്നാടിനാണ്, ബംഗാളിനാണ്. അതിനുള്ള ഉത്തരവും ലളിതമാണല്ലേ? ഒരു സംശയവുമില്ല. ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിനെ നേരിടുവാൻ രാഷ്ട്രീയ ആയുധമില്ലാത്ത, അതല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് ഏത് സർക്കാരും, പ്രത്യേകിച്ചൊരു 10 വർഷമെല്ലാം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗം കാണാത്ത, അത് ഒരല്പം പോലും ഇല്ല. പക്ഷേ അതിന് പകരമായിട്ട് ഭരണത്തിന് അനുകൂലമായ വലിയ തരംഗവും ഉണ്ടാകുന്നു എന്ന് കണ്ട് അമ്പരന്ന സംസ്ഥാനത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് ഇത്തരത്തിലുള്ള ഒരു CAA വിരുദ്ധ തരംഗം, CAAക്കെതിരായ തരംഗം BJPക്കെതിരായി, അതിലൂടെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റിന്റെ അല്ലെങ്കിൽ മുസ്ലിം വികാരം ഒളിച്ചു കടത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. സത്യത്തിൽ നോക്കൂ, ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ CAA നിയമത്തെക്കുറിച്ച് ആർക്കും ഒന്നും എതിർക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, CAA നിയമം തന്നെ ആദ്യമായിട്ടല്ല ഈ ഇന്ത്യയിൽ ഇത് പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. 1992-ലും 2003-ലും 2005-ലും 2015-ലും എല്ലാം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള ഈ CAA ആയിട്ട് ബന്ധപ്പെട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇത്തരം പൗരത്വ ഭേദഗതി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയുള്ള ഒരു വിഭാഗത്തിനും, മതന്യൂനപക്ഷങ്ങൾക്കോ ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തിനും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഇത്തരത്തിൽ വാദിക്കുന്ന, CAAക്കെതിരെ വാദിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ചെറിയ നിയമവും ചെറിയ ഭേദഗതിയുമാണ്. അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചില നേതാക്കളും ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ പോലും പല തെറ്റിദ്ധാരണയും ഇതിനെക്കുറിച്ച് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ അടുത്ത കുറച്ച് നേരം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള പൗരത്വം, ഇപ്പോൾ നേരത്തെ നുസ്രത് ജഹാൻ പറഞ്ഞതുപോലെ നമുക്കൊരു പൗരത്വ നിയമം വേണമെങ്കിൽ എനി ഐഡന്റിറ്റി കാർഡ് ഫ്രം ദ ഗവൺമെന്റ് ക്യാൻ ബി യൂസ് ഫോർ ദിസ് പ്രൊസീജിയർ എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി കാർഡും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തങ്ങളുടെ അടുത്ത് ജീവിക്കുന്ന ഒരാളുടെ, ഒരു പഞ്ചായത്തിലെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾ 10 വർഷമായി ഇദ്ദേഹം ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വാക്കിന് പോലും ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് പൗരത്വം ലഭിക്കുമെന്ന് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
രണ്ട്, അങ്ങനെ അതുമല്ലെങ്കിൽ സ്വന്തം ജീവിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, പഞ്ചായത്ത് സെക്രട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പൗരത്വം ലഭിക്കുവാനുള്ള ഉറപ്പ് ഈ കേന്ദ്ര സർക്കാർ നൽകുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ സ്വാഭാവികമായും അതുപോലെ ഏറ്റവും സരളമായ, ഏറ്റവും സ്വാഭാവികമായ ഒരു രീതിയിലൂടെ ഇതിലും ഒരു ഏറ്റവും ലളിതമായ ഒരു മാർഗം ആർക്കും ഉപദേശിക്കാനും കഴിയില്ല. ഇത്തരത്തിലുള്ള മാർഗങ്ങളിൽ തെറ്റുണ്ട്, ഈ ഒരു മാർഗവും കൂടി പെടുത്തണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പല കമന്റുകളും വന്നപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് 10 വർഷമായിട്ട് ഈ വ്യക്തി ഇവിടെ ജീവിക്കുന്നുവെന്ന് ഐഡന്റിറ്റി കാർഡുള്ള ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിനും ഈ പൗരത്വം നൽകണം എന്നുള്ള രീതിയിലുള്ള ഒരു അമെന്റ്മെന്റും കൂടി ഇതിനകത്ത് പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഏതൊരു വ്യക്തിക്കും ഐഡന്റിറ്റി കാർഡ് ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായി ഈ പറയുന്ന പൗരത്വം ലഭിക്കുന്ന രീതിയിലുള്ള വലിയ ലളിതമായ നിയമ പദ്ധതികളാണ് ഇതിൽ പെടുത്തിയിട്ടുള്ളത്. അടുത്തത് പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഈ പൗരത്വ ഭേദഗതി നടപ്പിലാക്കില്ല ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികൾ പൂർണ്ണമായി വായിക്കാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. കാരണം പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇതിന് ജില്ലാ ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിലുള്ള കമ്മിറ്റികളിലൂടെ പോലും തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു രീതി കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ മുഴുവനുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. DLCയിൽ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറോ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി നിയമിക്കുന്ന 3 ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജില്ലാ കളക്ടറുമുള്ള കമ്മിറ്റിയാണ് ആ ജില്ലയിലുള്ള പൗരത്വം ആർക്കൊക്കെ നൽകണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദേശത്തു നിന്ന് അഭയാർത്ഥികളായോ കുടിയേറ്റക്കാരായോ വന്നവർക്ക് പൗരത്വം വേണമെന്ന ആപ്ലിക്കേഷൻ വന്നാൽ അത് ബേസിക്കലി ചെക്ക് ചെയ്യുന്ന, അതിനെ പഠിക്കുകയും അത് വേണോ എന്ന് നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അപ്പൊ ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ് ഇതിന് യാതൊരു പ്രശ്നവുമില്ല, ഇദ്ദേഹം 10 വർഷമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് മൈനോറിറ്റിയിൽപ്പെട്ട് പാകിസ്ഥാനിൽ വന്ന ഹിന്ദു, ക്രിസ്ത്യൻ, ബൗദ്ധ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് 5 വർഷം കൂടിയപ്പോൾ ഇവർക്ക് പൗരത്വം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുവാനുള്ള അവകാശം മാത്രമേ സെൻട്രൽ ഗവൺമെന്റിനുള്ളൂ. ഇതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? അപ്പൊ സംസ്ഥാന സർക്കാരിനും പൂർണ്ണമായ അവകാശമുണ്ട്. കേന്ദ്ര സർക്കാർ അത് ഈ സംസ്ഥാന സർക്കാരിന്റെ ക്ലിയറൻസ് കഴിഞ്ഞ് വരുന്ന ഒരു പൗരത്വ നിയമത്തിന് പൂർണ്ണമായ അനുവാദം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ തന്നെ ഇതിനെതിരാണ് എന്നുള്ളൊരു വാദമുഖവും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിയമപരമായി ഇത് പൂർണ്ണമായി ശരിയാണ്. പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ യാതൊരു തെറ്റില്ല. മാത്രവുമല്ല ഇതിന്റെ നടപ്പിലാക്കലിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് സംസ്ഥാന സർക്കാരിന് കൂടിയാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല ഇത് മഹാത്മാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെ ആവശ്യപ്പെട്ട പല കാലഘട്ടങ്ങളിൽ നമുക്കറിയാം. ഇവിടെ ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള ജനങ്ങൾ വന്നപ്പോൾ അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റിക്ക് നൽകണമെന്ന് 2000 LK അദ്വാനിയുടെ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് പറഞ്ഞ ചരിത്രവും വീഡിയോ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കാലഘട്ടങ്ങളിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഭരണകക്ഷിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാവരുമാണ്. അപ്പൊ ഈ നിയമങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ, അന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് മുന്നോട്ട് വെച്ചത്. അപ്പൊ നിയമപരമായും പ്രശ്നമില്ല, നടപ്പിലാക്കുന്നതിലും പ്രശ്നമില്ല. ഏറ്റവും സുതാര്യമായി സംസ്ഥാന സർക്കാരിന് പോലും ഇതിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അവർക്ക് കൂടി നിയമപരമായി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കൂടി സാധിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെ അതുകൊണ്ടാണ് എന്തിനാണ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കറിയാം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ അംഗീകരിക്കുവാനോ അവരെ പൂർണ്ണമായി സ്വീകരിക്കാനും കഴിയില്ല. അത് പോപ്പുലേഷൻ ബഡ്ജിനോ അല്ലെങ്കിൽ അതിർത്തികൾ സ്വീകാര്യമല്ലാത്ത അതിർത്തികൾക്ക് ഒരു കാര്യക്ഷമമായി ഒരു നിയന്ത്രണമില്ലാത്ത രീതി വന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരിന്റെ ബജറ്റും അതുപോലെ തന്നെ സർക്കാരിന്റെ ജനങ്ങളുടെ മുഴുവൻ ജീവിത രീതിയും സംസ്കാരവും എല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികവും ജനാധിപത്യവുമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിർത്തികൾ പൂർണ്ണമായും കൺട്രോൾ ചെയ്യണം, അതുപോലെ നിയന്ത്രിക്കണം. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മതപരമായ അസഹിഷ്ണുത കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത്തരക്കാർക്കുള്ള സ്വീകരണവും തീർച്ചയായും എന്നും ഭാരതം ചെയ്തിട്ടുണ്ട്. ശ്രീ പി.ആർ. ശിവശങ്കർ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്, നിയമം നടപ്പിലാക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, ആ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലും യാതൊരുവിധ പ്രശ്നവുമില്ല, ഒരു അവ്യക്തതയുമില്ല. പക്ഷേ അവ്യക്തത വരുത്തി തീർക്കാനുള്ള ചില നീക്കങ്ങളാണ് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള
ചില തൽപരകക്ഷികൾ നടത്തുന്നത്. അതിൽ ഇടതും വലതും മത്സരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീമതി നുസുജഹാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ഒപ്പം ബുദ്ധ, ക്രൈസ്തവ ഈ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരാവകാശം നൽകുന്നതാണ് ഈ നിർദ്ദിഷ്ട നിയമം. മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിര താമസമാക്കിയവർക്കായിരുന്നു ഈ പൗരത്വം നൽകിയിരുന്നെങ്കിൽ നിലവിലെ നിയമ ഭേദഗതി പ്രകാരം അത് 6 വർഷമായി ചുരുക്കും. പക്ഷേ ഇവിടെയാണ് ഇതിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം മതവിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ല, മുസ്ലിങ്ങൾക്ക് ഈ രാജ്യം വിടേണ്ടി വരും എന്നതടക്കമുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സമീപനം ചില കോണുകളിൽ നിന്നും സൃഷ്ടിക്കുന്നതിന് സൃഷ്ടിക്കുന്ന അത്തരത്തിലുള്ള രാജ്യവിധ്വംസക ശക്തികൾക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് പിണറായി സർക്കാരും സ്റ്റാലിൻ സർക്കാരും മമതാ സർക്കാരും സ്വീകരിക്കുന്നത്. ഇതൊക്കെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഇതാണ് സത്യമെന്ന് പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്താനുള്ള ബോധപൂർവമാണ് ശ്രമം. ആ ശ്രമം കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ, ഒരു സിമ്പിൾ കാര്യമേ ഉള്ളൂ ഇതില്. നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അജണ്ടകളും രാജ്യത്തിന് നല്ലതായാലും ജനങ്ങൾക്ക് നല്ലതായാലും അതൊന്നും ഡിസ്കസ് ചെയ്യുകയോ ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്യാതെയാണ് ഈ പ്രചരണം നടത്തുന്നത്. ഇങ്ങനെയുള്ള ഹെയ്റ്റ് പ്രചരണങ്ങൾ, മോദിക്കെതിരെ, BJPക്കെതിരെയുള്ള, രാഷ്ട്രത്തിനെതിരെയുള്ള ഹെയ്റ്റ് പ്രചരണങ്ങൾ മാത്രമേ നമ്മളെ ഈ സൗത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ പോലും വരുന്നുള്ളൂ. ജനങ്ങളെ പോട്ടെ, വളരെ കുറച്ച് പേര് മാത്രമേ നന്നതായിട്ട് അതിനെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് വന്നതില് ഞാൻ ചോദിക്കുന്നത്, ഈ സ്ഥലത്തല്ല, ഇവിടെ മുസ്ലിങ്ങൾ മൈനോറിറ്റി ആണെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനൊക്കെ മെജോറിറ്റി അല്ലേ മുസ്ലിങ്ങൾക്ക് എന്തിനാ ഇവിടെ അഭയം? അവരത്ര നല്ല, ഇവരല്ലേ പറയുന്നത് ഇവിടെ സുഖമില്ല ജീവിക്കാൻ, ഇവിടെ സംഘികളെ നാടാണ്, പിന്നെ ഹിന്ദു രാഷ്ട്രം പണിയാണ് ഇവര്, അങ്ങനെയാണ്, നമ്മൾ അമ്പലത്തിന് അമ്പലം ഉണ്ടാക്കി പള്ളി പൊളിച്ച്, മുഗളന്മാരൊക്കെ അവരെ വാപ്പന്റെ വാപ്പ പോലെയാണ് ഇവര് സംസാരിക്കുക. അധിനിവേശ ശക്തികൾ നടത്തി ചെയ്തതൊന്നും കാണാതെ നമ്മുടെ സംസ്കാരത്തിനെ കൊല്ലുന്നത് തിരിച്ചു പിടിക്കുന്ന ഒരു നരേന്ദ്രമോദി സർക്കാരിനെ ഇങ്ങനെ ഇകഴ്ത്തി കാട്ടാനുള്ള ഒരു നാണംകെട്ട പ്രവൃത്തിനെ പറയാൻ പറ്റുള്ളൂ. അത് അറിയാനിട്ടല്ല. നമ്മളെ ഭാരതത്തിന്റെ സംസ്കാരം അധിനിവേശം 1200 വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ടച്ച് തകർത്ത ലോകത്തിന്റെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് വെല്ലാനുള്ള ഒരു സംസ്കാരം ലോകത്തിലില്ല. ഇന്ന് എല്ലാവരും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നത് ഭാരതം എന്നൊരു റോൾ മോഡലാ, എങ്ങനെ ജീവിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഒരു ആശ്രമത്തിൽ താമസിച്ചപ്പോ ഞാനത് കണ്ടു. അപ്പൊ അവിടെയുള്ള ആ കുട്ടികളെ വിവരവും അവരെ ബഹുമാനവും, ഇതൊക്കെ ആയിരുന്നു. ഭാരതത്തിലാണ് ഏറ്റവും ആദ്യം ഹോസ്റ്റൽ വിദ്യാഭ്യാസവും ഇതൊക്കെ. അതാണ് ഹോസ്റ്റലായി മാറി ഇന്നിപ്പോ ഫുൾ തീവ്രവാദവും ഡ്രഗ്സും ഉള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. അങ്ങനെ ഓരോന്നിനും ആ സമ്പ്രദായത്തിന് ഒരു സ്പിരിച്വൽ പവർ ഉള്ള ലാൻഡായിരുന്നു ഭാരതം. ആ സ്പിരിച്വാലിറ്റിയെ തിരിച്ചു പിടിക്കാൻ 1200 വർഷങ്ങൾക്ക് ശേഷം ശ്രമിക്കുന്ന മോദിയെ താഴെ ഇറക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. ഏത് മുസ്ലിമിന് അവിടെ പ്രശ്നമുള്ളത് ഒന്ന് കാണിച്ചു തരാൻ പറയും ഇവര് പറയുന്നത്. അങ്ങോട്ട് പോയി ആക്രമിച്ച ആരും ആക്രമിക്കൂലേ? എന്നെപ്പോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചും കൊടുക്കൂലേ? അതല്ലേ അതിന്റെ നിയമം. അപ്പൊ ഇങ്ങോട്ട് ചെയ്യണതിന് അവർക്ക് പ്രശ്നമില്ല. ആരങ്ങോട്ട് ചെയ്തു എന്നുള്ള അത് ഹിന്ദുവിന്റെ പേരിൽ. അതെന്താണ് വെച്ചാൽ ഇവിടത്തെ ഈ ഇതിന് ഒരൊറ്റ പോയിന്റ് ശരിക്കും പറയാനുള്ളൂ, അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ഭാരതത്തിന്റെ സംസ്കാരം, എല്ലാം കൊണ്ടും ധന്യമായ ഭാരതത്തിന്റെ സംസ്കാരത്തെ തല്ലി തകർക്കുക, ഇവിടെ അധിനിവേശം നടത്തുക എന്നാണ് എബ്രഹാമിക് റിലീജിയൻ എല്ലാം വന്നപ്പോ പറഞ്ഞത്. മതം പ്രചരിപ്പിച്ചോട്ടെ, മതം ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ളത് സ്വീകരിച്ചോട്ടെ, അതിൽ ഒരു മതത്തിലും ശരിക്കും ഒന്നും ആരെയും ഉപദ്രവിക്കാൻ പറയുന്നില്ല. അതിന്റെ ബേസിക് തിയറി അതാ. എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും പഠിക്കണം. പക്ഷെ ഇതിലെ ടെററിസ്റ്റ് ടീം ചെയ്തിരിക്കുന്ന എന്താണ്? ഇവിടെ ആക്രമിച്ച് ഇവിടുത്തെ സംസ്കാരം ഇല്ലാതാക്കിയാല്, കാരണം ഇനിയുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ സംസ്കാരങ്ങൾ തമ്മിലായിരിക്കും, മതം പോലും ഒന്നല്ല. അവിടെ ഭാരതത്തിന്റെ റോൾ എന്താണെന്നുള്ളത് നരേന്ദ്രമോദി കാണിക്കുന്നത്. വസുദൈവ കുടുംബകം, ഒരു കുടുംബത്തിന്റെ 4 അറകൾ പോലെയാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങളും. നമുക്ക് അറകൾ ഉണ്ടായിരുന്നില്ല, ബൗണ്ടറീസ് നിശ്ചയിച്ചതും ആർഷ ഭാരതത്തിനെ വെട്ടിമുറിച്ചതും ഗാന്ധാരദേശവും
പാഞ്ചാലദേശവും ബ്രഹ്മദേശവും ഒക്കെ ഭാരതത്തിൽ നിന്ന് പോയി ഇങ്ങനെ ചിതറിക്കിടക്കുക. അവിടെ ഭാരതത്തിനെ സ്നേഹിക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി വിചാരിക്കുന്നത്. ആ ഭാരതത്തിന്റെ ഭാഗമായി തന്നെ വരും കാലത്ത് നമ്മളെ കൂടെ യോജിക്കാൻ വരെ ആ മനുഷ്യർ തയ്യാറാവും. കാരണം ഇന്ന് ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ സന്തോഷം കുറഞ്ഞൊരു കാലത്തെ ജീവിതത്തിൽ എന്താണ് സന്തോഷം കണ്ടെത്തുന്നത്? ഭാരത സംസ്കാരത്തിൽ ഇത്രയും ഭംഗിയായി ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞ സുഖം ഞാൻ പറയുന്നത്. ഞാൻ വായിച്ചതും കേട്ടതുമല്ല, ഞാൻ സഞ്ചരിച്ചതും ഭാരത സംസ്കാരത്തിലും. ഹിന്ദുയിസം എന്താണ്, മഹാഭാരതം എന്തായിരുന്നു, രാമായണം എന്തായിരുന്നു, അതിനെ പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം ലോകത്തിൽ ഒരു സംസ്കാരത്തിലും ഇല്ല. അതിലെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. മുക്കിലും മൂലയിലും മെഡിക്കൽ ഷോപ്പും നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഭാരത സംസ്കാരത്തിൽ എല്ലാം ഉണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുമ്പോൾ ലോകത്തിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സ്ഥലത്ത് പറ്റുന്നത് പിടിച്ചിട്ട് ശരിയാക്കി ഈ ഭാരതത്തിന് ഒരു അടക്കും ചിട്ടയും. ദുബായിൽ പോയിട്ട് വിസ ഇല്ലാതെ ഒരു ദിവസം നിന്നാൽ എന്താ ജയിലിലാവും. സൗദി അറേബ്യയിൽ പോയാൽ ജയിലിലാവും. അമേരിക്കയിലായാൽ ജയിലിലാവും. പിന്നെ ഭൂമിയിൽ കാണുന്നില്ല. 100,000 കേസുകൾ എൻ്റെ അടുത്ത കയ്യിലുണ്ട് ജയിലിന്റെ അകത്ത് കിടക്കുന്നത്. പുറത്തുള്ള പോലെ തന്നെ അവിടെയൊക്കെ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞതോ എന്തെങ്കിലും പ്രശ്നമോ. അതാണ് ഭാരതത്തിന്റെ പവർ, ഭാരതത്തിന്റെ പാസ്പോർട്ടിന്, ഭാരതത്തിന്റെ പൗരത്വത്തിനൊക്കെ ഇന്ന് ലോകത്ത് വിലയുണ്ട്. ഇവർ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന വിലയല്ല. എല്ലാവർക്കും ഇവിടെ എന്ത് പ്രശ്നമുള്ളപ്പോ ജയശങ്കർജി പറഞ്ഞ പോലെ പ്രശ്നമുള്ള അടുത്തുള്ളവനെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളൊക്കെ അടുത്ത് വരട്ടെ. ഏത് മുസ്ലിമിനും അവിടെ പ്രശ്നമുള്ളത് നമ്മൾ ശരിയാക്കി കൊടുക്കൂ. ഈ അഫ്ഗാനിൽ വന്ന് ഇവിടുത്തെ തീവ്രവാദി അല്ലാന്ന് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് മുഖം നോക്കിയാൽ മതി. തന്നെയാണ് ശ്രീ നുസൈർ ജഹാൻ. അപ്പോൾ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒരേ സ്വരത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു നിയമം ആരുടെയും പൗരത്വം ഇല്ലാതാക്കില്ല, മറിച്ച് പൗരത്വം നൽകാനാണ് ഈ ഒരു നിയമം. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവനോ ഒരു പാഴ്സിക്കോ ഒരു ജൈനനോ ഒരു ബുദ്ധനോ ഒരു മുസ്ലിമിനോ ഒരു ഇസ്ലാം മത വിശ്വാസിക്കോ യാതൊരു വിധത്തിലുള്ള ഭയപ്പാടിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഒരു ഭയപ്പാടും ഒരു മുസ്ലിമിനും ഇല്ലതാനും. അതുതന്നെയാണ് ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡ് അധ്യക്ഷൻ്റെയും മറ്റ് പല സംസ്ഥാനങ്ങളിലെയും മുസ്ലിം മതപണ്ഡിതരുടെയും വാക്കുകളും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ഭയപ്പാട് സൃഷ്ടിക്കുന്നത്, പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ഇടത് സർക്കാരാണ്, വലത് സർക്കാരാണ്. അത് മമതാ സർക്കാരായി കഴിഞ്ഞാലും സ്റ്റാലിൻ്റെ സർക്കാരായി കഴിഞ്ഞാലും പിണറായിൻ്റെ സർക്കാരായി കഴിഞ്ഞാലും എന്നുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് കാരണം? അല്ലെങ്കിൽ ഈ ഒരു ആശയക്കുഴപ്പം ബോധപൂർവം എന്തിന് സൃഷ്ടിക്കുന്നു എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യവും. നിഷ്കളങ്കവും നിർദോഷവുമായിട്ടുള്ള ഒരു പരാമർശമായിട്ടാണ് പ്രധാനമന്ത്രിയുടെയും അതുപോലെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകളെ ഞാനിപ്പോൾ കേട്ടത്. എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് അപകടകരമാകുന്നു എന്നുള്ളിടത്തേക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. രാജ്യം കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രം മാത്രം ആവർത്തിക്കുന്ന ഒരു രാജ്യമായി ചുരുക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളിടത്താണ് വലിയ പ്രശ്നം. നമ്മളൊരു 2000 കൊല്ലത്തെ ചരിത്രമൊക്കെ ഇങ്ങനെ വിളിച്ചോതി ആഘോഷിക്കുന്ന ഒരു ജനത എന്ന നിലയിൽ കഴിഞ്ഞ 10 കൊല്ലം മാത്രം സ്വാതന്ത്ര്യാനന്തര ഭാരതം ഉണ്ടായി എന്നു കരുതുന്നിടത്താണ് ഇതിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം നിലനിൽക്കുന്നത്. ഇന്ത്യ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത് കാലാകാലങ്ങളായി 1950-കൾക്ക് ശേഷം പല ഘട്ടങ്ങളിലായി പൗരത്വ നിയമത്തിൽ ഭേദഗതികൾ വന്നിട്ടുണ്ട്. പക്ഷെ 2019 പൗരത്വ ഭേദഗതി നിയമത്തില് എന്താ ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാവാനും പ്രകോപനങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവാനും കാരണം എന്നത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകളെ നിർദോഷമായി കാണാൻ നമുക്കാവില്ല. രാജ്യത്ത് ആദ്യമായി പൗരത്വ നിയമം മതത്തിന്റെ പേരിൽ ഭേദഗതി ചെയ്യപ്പെടുന്നത് 2019-ലാണ്. അതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കർശനമായി ഈ നിയമ ഭേദഗതിയെ ഇടതുപക്ഷവും ഒരുപക്ഷെ അങ്ങ് പറയുന്ന വലതുപക്ഷവും ഒക്കെ ഇങ്ങനെ വിമർശിക്കാൻ കാരണം മതത്തിന്റെ പേരിൽ ജീവിതത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം. നമ്മുടെ ഭരണഘടന പല ഘട്ടങ്ങളിലായി ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളവും ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ ഭരണഘടന പോലും മാറ്റി എഴുതണമെന്നും ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പോൾ. അപ്പൊ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന മൂല്യമുള്ള ഒന്നായി കാണാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 14 എന്താ പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആ തുല്യതയെ
ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഒന്നാമത്തെ പ്രശ്നം. അഡ്വക്കേറ്റ് ഹസ്കർ ഒന്നിടപെടട്ടെ. ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ തുല്യത ലംഘിക്കപ്പെടുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ഇവിടെ എവിടെയാണ് മുസ്ലിങ്ങൾക്ക് ഇന്ത്യ വിടേണ്ടി വരിക, അല്ലെങ്കിൽ ഭാരതത്തിന് വെളിയിലേക്ക് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് അല്ലെ മതവിഭാഗങ്ങൾക്ക് പോകേണ്ടി വരിക എന്നത് ഈ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അത് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയൊരു കാര്യം, അമിത്ഷാ വ്യക്തമാക്കിയൊരു കാര്യം. ഒരാളുടെയും പൗരത്വം ഇല്ലാതാക്കുന്നില്ല, മറിച്ച് ചിലർക്ക് പൗരത്വം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും താങ്കൾ പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത് രാജ്യത്തേക്ക് കടക്കുന്ന വിധ്വംസക ശക്തികൾക്ക് അവിടെ ഭാരതത്തിൽ സ്ഥാനമില്ല. അഭയാർത്ഥികൾ എന്ന പേരിൽ ഇവിടേക്ക് വന്ന് ഇവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളിലെ ചിലർക്ക്, ആ വിഭാഗത്തിലെ കലാപകലുഷിതമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭാരതത്തിൽ സ്ഥാനമില്ല എന്നതല്ലേ പറയേണ്ടത്? അവിടെ എന്തിനാണ് നമുക്ക് ആശങ്ക ഇത്രമേൽ? അല്ല, വിമർശിക്കുന്നവരെ രാജ്യത്ത് പുറത്തു പോകണം എന്നതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട. വിമർശനം ഉന്നയിക്കുകയും എതിർ ശബ്ദങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ തന്നെ ചുരുങ്ങിക്കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്നതായിരിക്കും കുറെ കൂടി എളുപ്പമെന്നാണ് ഞാൻ കരുതുന്നത്. പൗരത്വ നിയമ ഭേദഗതി, പൗരത്വം എന്ന് പറയുന്നത് അല്ലെ ഒരു അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യാവകാശ പ്രശ്നമാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികൾ ഇങ്ങനെ പലായനം ചെയ്യും പല കാരണങ്ങൾ കൊണ്ട്. ആ രാജ്യത്തെ കലാപങ്ങൾ കൊണ്ടോ, ആ രാജ്യത്ത് നിലനിൽക്കുന്ന വരൾച്ച പോലുള്ള രൂക്ഷമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടോ മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികൾ വരും. ആ അഭയാർത്ഥികളെ കയ്യും നീട്ടി സ്വീകരിക്കാനാണ് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകൾ പലതും പറയുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി ഈ 3 രാജ്യങ്ങളിൽ നിന്നല്ലല്ലോ വന്നിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും, എന്തിന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് ഈ നിയമത്തിന്റെ ഭേദഗതിയിലൂടെ അങ്ങനെ അവരെ കൂടി പൗരത്വം നൽകുന്ന തരത്തിലേക്ക് മാറ്റിമറിക്കപ്പെടണം? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭൂപ്രദേശവുമായി ഒരു തരത്തിലും അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. പോട്ടെ, ശ്രീലങ്കൻ അഭയാർത്ഥികൾ, തമിഴ്നാട് അങ്ങ് ചോദിച്ചല്ലോ, തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് ഇത് വിമർശന വിധേയമാകുന്നു? ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപം മൂലം ലക്ഷക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും അടക്കം അഭയാർത്ഥികളായി വന്നിട്ടുണ്ട്. അവർക്ക് പൗരത്വം നൽകിയിട്ടില്ല. ആ നിയമം അങ്ങനെ വിശാല അടിസ്ഥാനത്തിൽ നിയമമായിരുന്നു എങ്കിൽ 2014 വരെ 5 കൊല്ലമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു രാജ്യക്കാരനും തങ്ങളുടെ പൗരത്വം നൽകാൻ കഴിയും എന്നുള്ളതാണ്. ഇതൊരു BJPയുടെ രാഷ്ട്രീയ ഗിമിക്കാണ്. ഇതിന്റെ സാഹചര്യം കൂടി പരിശോധിക്കപ്പെടണം. ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണാധികാരി ശ്രീ നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ വിധി പ്രസ്താവനം. ആ ഇലക്ട്രൽ ബോണ്ടിന്റെ വിധി പ്രസ്താവനത്തെ തുടർന്ന് അതിനെ മറികടക്കുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യമാണ്. നമുക്കറിയാം, നേരത്തെ രാംലല്ലയുടെ ഉദ്ഘാടനം നടത്തി. രാംലല്ല BJP ആഗ്രഹിച്ചതുപോലെ ഇന്ത്യ ഒട്ടാകെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്താൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ അത് മറികടക്കപ്പെട്ടിരിക്കുന്നു. രാംലല്ല ഒരു രാഷ്ട്രീയ വിഷയമായി ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ രാമജന്മഭൂമിയും രാംലല്ലയും ചർച്ച ചെയ്യപ്പെടാതാകുമ്പോ ഇനി അടുത്തതായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നത് CAA മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്നു മുതൽ വ്രതാനുഷ്ഠാനം ആരംഭിക്കുകയാണ്. ആ വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നതിന്റെ തലേന്ന് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നത് വഴി ഇന്ത്യയിൽ നിങ്ങൾ ആ നിയമത്തിലെ 6 വിഭാഗക്കാരെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഷിയാക്കളും അഹമ്മദികളും അവിടെ പീഡനം അറിഞ്ഞ് റിലീജിയസ് പെർസിക്യൂഷന് വിധേയമായി രാജ്യത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അവർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ലേ? നിങ്ങൾ കാണുന്ന ഒരുപക്ഷെ ഇത് കേരളത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് വരില്ല. കേരളത്തിൽ ഇത് എന്റെ അഭ്യർത്ഥന, ഞാൻ വിചാരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് കേരളത്തെ പ്രത്യക്ഷമായി യാതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടി മാത്രമേ കേരളത്തിൽ താമസിക്കുന്ന, നിങ്ങൾ കരുതുന്നത് വെസ്റ്റ് ബംഗാളിനെയാണല്ലോ, BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളും ആസാമും മണിപ്പൂരും മേഘാലയയും മിസോറാമും അടക്കമുള്ള സംസ്ഥാനങ്ങളെയാണ്. ആസാമിൽ 2019 NRC നടപ്പിലാക്കി. നാളിതുവരെ ആ NRC പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കുന്നതിന് ആസാമിൽ കഴിഞ്ഞിട്ടില്ലെന്നേ. അപ്പൊ നിങ്ങൾ പൗരന്മാരല്ലാത്ത മുസ്ലിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് സിഖ്, ജൈന, പാഴ്സി
ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മാത്രമാണ് നിങ്ങൾ ഈ പുതിയ പൗരത്വ ഭേദഗതി നിയമം മൂലം പൗരത്വം നൽകുന്നത്. എന്നാൽ ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള അഹമ്മദീയരായിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഷിയാക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ, അങ്ങനെ നിരവധി റിലീജിയസ് പെർസിക്യൂഷന് വിധേയമായിട്ടുള്ള മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ട്. ആ അഭയാർത്ഥികളെ നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തളയ്ക്കുമെന്നാണ് പറയുന്നത്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നാസിയുടെ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്ത്യയിൽ സജ്ജമാക്കാൻ പോകുന്ന ഒരു ഭരണകൂടത്തെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നേ. ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ അഡ്വക്കേറ്റ് BN ഹസ്കർ ഇടത് നിരീക്ഷകൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അത് ഈ CA നടപ്പിലാക്കുന്നതിലൂടെ BJP സർക്കാർ, ഇന്ത്യ സർക്കാർ നടപ്പിലാക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്, അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിലാണ്. അതിനുള്ള ഒരു മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ. നോക്കൂ, ഹസ്കർ പറയുന്ന കാര്യങ്ങളെല്ലാം ഹസ്കറിൻ്റെതായ ചില ന്യായങ്ങൾ വെച്ച് മാത്രമാണ്. അതല്ലെങ്കിൽ ഇതിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമജ്ഞനാണെങ്കിൽ പോലും അതിനോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് നീതി പുലർത്തുന്നില്ല എന്ന് പറയേണ്ടി വരും. ഒന്ന്, അദ്ദേഹം പറയുന്നു ഭരണഘടനയിൽ മതപരമായ വേർതിരിവില്ലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയിൽ മതപരമായ വേർതിരിവുണ്ട്. പലയിടത്തും കാണാം, ന്യൂനപക്ഷങ്ങൾക്കായാലും മറ്റുള്ള രീതിയിലും ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള വേർതിരിവുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പലയിടത്തും കാണുന്നത് പോലെ ഇതിലും അത്തരത്തിലുള്ള വേർതിരിവുണ്ടാവാം. പക്ഷെ നിയമത്തിൽ അതുകൊണ്ട് പലരും തുല്യരല്ല. ഇപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ന്യൂനപക്ഷങ്ങളായാലും മതന്യൂനപക്ഷങ്ങളായാലും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും എല്ലാം ഇത്തരത്തിലുള്ള ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് ഭരണഘടന പൂർണ്ണമായും ഇത് അല്ല എന്നല്ല പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയണം. നിങ്ങൾ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിനെ മാത്രമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമാണ്, അതും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന മുസ്ലിങ്ങളെ മാത്രം കാണുവാണെങ്കിൽ ഇതേ നിയമത്തിൽ തന്നെ നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾക്ക് മതപരമായ വിവേചനം ഉണ്ടല്ലോ. അപ്പൊ BJP സർക്കാർ ഹിന്ദുക്കൾക്ക് മതപരമായ വിവേചനം നടത്തുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അത് പറയാത്തത്? നേപ്പാളിൽ നിന്നായാലും ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്ക് എത്ര വർഷം വേണ്ടിവരും ഇവിടെ മെമ്പർഷിപ്പ് കിട്ടാൻ, പൗരത്വം കിട്ടാൻ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീലങ്കയിലെ ഏതാണ്ട് 30 ലക്ഷത്തിലധികം ഹിന്ദു ജനവിഭാഗമുണ്ട്. അവർ മുഴുവൻ ഒരു തമിഴ്നാട്ടിലേക്ക് വരികയും ഏതോ 2 3 ജില്ലകളിൽ അവർ ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, അവർക്ക് മുഴുവൻ പൗരത്വം നൽകി കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ സാമ്പത്തിക നില തന്നെ തകർന്നു പോകില്ലേ? അപ്പൊ എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും രാജ്യം മുഴുവൻ അഭയാർത്ഥികളെ സ്വീകരിച്ച ചരിത്രമുണ്ടോ? എല്ലായിടത്തും ഞങ്ങൾ തുറന്നു കൊടുക്കും. അങ്ങനെ സ്വീകരിച്ച പല രാജ്യങ്ങളുടെയും ഗതികേട് എന്താണെന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോ ഒരു രാജ്യങ്ങൾക്കും തങ്ങളുടെ അതിർത്തി തുറന്നിട്ടുകൊണ്ട് തങ്ങളുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും എപ്പോഴും സ്വീകരിക്കാൻ പറ്റുമെന്നിരിക്കില്ല. എന്ത് UN ഇതുണ്ടായാലും മറ്റു പല രാജ്യങ്ങളിലേക്കും. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാത്തത്? നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലെ ജനത പാകിസ്ഥാനിൽ വന്ന് കുടിയേറ്റിയിട്ട് സൈന്യമാണ് അവരെ കഴിഞ്ഞ 4 മാസം മുമ്പ് പൂർണ്ണമായും ഒഴിവാക്കി വിട്ടത്. എത്രയോ പേര് മരിച്ചു. പാറ്റൺ ടാങ്കും കൊണ്ടും സൈന്യവുമാണ് അഫ്ഗാൻ ജനതകളെ അവിടെ നിന്ന് മുഴുവൻ തിരിച്ച് അഫ്ഗാനിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുടിയേറ്റത്തെ, അക്രമങ്ങളെ ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റില്ല. അത് രാജ്യത്തിന്റെ ഒരു പോപ്പുലേഷൻ ബഡ്ജിന് തന്നെ ഒരു കാരണമാകും. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും അത് സാമ്പത്തികമായതും സാംസ്കാരികവുമായ തകർച്ച സംഭവിക്കും. അവിടുത്തെ ഭരണകൂടത്തെ തന്നെ മറിച്ചിടുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് പോകും എന്നുള്ളതിൽ തർക്കമില്ല.